നമ്മുടെ നാട്ടിൽ കുട്ടനാടിന്റെ കാർഷിക വികസന പാക്കേജിന് 75 കോടി എന്നുള്ളത് 59.12 കോടിയായി കുറച്ചിരിക്കുകയാണ്. അവിടുത്തെ ജലനിയന്ത്രണത്തിനും കൃഷി സംരക്ഷണത്തിനുമായി നിർണായകമായ ഒന്ന് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കാലങ്ങളായി കുട്ടനാട്ടിലുള്ളത് പെട്ടിയും പറയുമാണ്. പെട്ടിയും പറയും എന്നുള്ളത് മാറ്റി VAF പമ്പുകൾ, വെർട്ടിക്കൽ ആക്സിൽ ഫ്ലോ പമ്പുകൾ സ്ഥാപിക്കണം എന്നുള്ളത് കുട്ടനാട്ടിലെ പാടശേഖരങ്ങളുടെ ബന്ധപ്പെട്ട കർഷകരുടെ പാടശേഖര സമിതികളുടെ ആഗ്രഹമാണ്, ആവശ്യമാണ്. ഒറ്റയടിക്ക് ഇതെല്ലാം നമുക്ക് നടപ്പിലാക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഘട്ടം ഘട്ടമായി അത് മാറ്റിത്തീർക്കുന്നിടത്ത് അതിനുവേണ്ടി നമ്മൾ അനുവദിച്ചിരുന്ന പൈസ ഇപ്പോൾ ഒഴിവാക്കുന്ന തരത്തിലാണ്. സംസ്ഥാനത്തിന്റെ നെല്ലറകളിൽ പ്രമുഖമായ കുട്ടനാടിനോടുള്ള ഒരു അവഗണനയാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത്. ഇടുക്കി, വയനാട്, കാസർഗോഡ് ജില്ലകൾക്കുള്ള പാക്കേജുകളുണ്ട്. 240 കോടി രൂപ വകയിരുത്തത് 187.8 കോടി രൂപയായി അത് കുറഞ്ഞിരിക്കുകയാണ്. നമുക്ക് പഴവർഗ്ഗങ്ങളുടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. ഫ്രൂട്ട് ഫാമുകൾക്ക് വേണ്ടി പണം വകയിരുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നിലവിൽ അധികമായി ഒന്നും അനുവദിക്കാതെയാണ് വലിയ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. 2025-26 പച്ചക്കറി കൃഷിക്ക് വേണ്ടി വകയിരുത്തിയിരുന്ന 78.45 കോടി രൂപ 53.45 കോടിയായി കുറച്ചിരിക്കുകയാണ്. ഇത് ഓരോ മേഖലയിലും നമ്മൾ കാണാൻ കഴിയുന്നത് നെൽകൃഷി വികസനം, പച്ചക്കറി വികസനം എന്നീ കാര്യങ്ങളെല്ലാം നേരത്തെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അനുവദിച്ചിരുന്ന വിഹിതത്തിൽ നിന്ന് കുറയുന്നതായിട്ടാണ് കാണുന്നതല്ല. ഒരു തവണ ഏതെങ്കിലും തരത്തിൽ നമുക്ക് വിനിയോഗത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും മറ്റും ലഭ്യമാവേണ്ട പണമൊക്കെ ലഭ്യമാവാതെ അടുത്ത സാമ്പത്തിക പ്രശ്നത്തിലേക്ക് ഈ അവസരത്തിൽ ചില തരത്തിൽ വെട്ടിക്കുറവുണ്ടായാൽ അടുത്ത വർഷങ്ങൾ മേക്കപ്പ് ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഇല്ല എങ്കിൽ ഈ മേഖലയ്ക്ക് വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുന്ന തരത്തിലേക്ക് എത്തും. അപ്പൊ ഇപ്പം സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടെങ്കിൽ അതിനാവശ്യമായ പണം ലഭ്യമാകുന്ന മുറയ്ക്ക് നൽകുന്നതിന് പകരം ബജറ്റിൽ തന്നെ അത് വെട്ടിക്കുറച്ചാൽ ഒരു വലിയ അവഗണനയായിട്ടായിരിക്കും അത് മാറുക. കാർഷിക മേഖലയിൽ ഇതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ചെറുതാവില്ല. ഭൂപരിഷ്കരണം 2 എന്ന പേരിൽ പുതിയൊരു കാര്യം കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമ്മുടെ നാടിന്റെ മണ്ണിൽ ഏറ്റവും പ്രമുഖമായ ഒന്നായിരുന്നു കേരളം ഇന്ന് ആദ്യത്തെടുത്ത എല്ലാ നേട്ടങ്ങളുടെയും അടിത്തറയിൽ കണ്ട ഒരു കാര്യം കേരളം നടപ്പിലാക്കിയ സമഗ്രമായ ഭൂപരിഷ്കരണ നയമാണ്. അത് കേരളത്തിന്റെ ഭൂപരിഷ്കരണ ചരിത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒന്നായി ആണ് ഭൂപരിഷ്കരണം 2 എന്ന പേരിൽ ഇന്ന് വരുന്നതല്ല. സാധാരണക്ക് ഭൂമി ലഭ്യമാക്കാനും കാർഷിക മേഖലയെ സംരക്ഷിക്കുകയും ചെയ്യുന്ന കേരളത്തിന്റെ പുരോഗമന ഭൂപരിഷ്കരണ നയങ്ങൾക്കു പകരം ആർക്ക് ഭൂമി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ആരെ സഹായിക്കാനും സംരക്ഷിക്കാനുമാണ് ഇത് പോകുന്നത്. ഭൂപരിഷ്കരണം 2 നോക്കിയാൽ മുതലാളിമാർക്കും കോർപ്പറേറ്റുകൾക്കും വേണ്ടിയുള്ള ഒരു രണ്ടാം ഭൂപരിഷ്കരണം എന്ന് നമുക്കതിനെ വായിച്ചെടുക്കാൻ കഴിയും. സാധാരണക്കാരെയും കർഷകരെയും സഹായിക്കാൻ വേണ്ടി കേരളം പതിറ്റാണ്ടുകപ്പുറത്ത് നടപ്പിലാക്കിയത് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അടക്കം ഉയർന്നു വന്ന ഒരു കാര്യമായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ കേരളം ഇന്ത്യക്കകം മാതൃകയാകുന്ന ഒരു ഭൂപരിഷ്കരണം നടപ്പിലാക്കിയത്. ഇന്ന് ഭൂപരിഷ്കരണം 2 കർഷകനെയും സാധാരണ മനുഷ്യനെയും എല്ലാം ഒഴിവാക്കി വൻകിട കോർപ്പറേറ്റുകൾക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുതലാളിത്ത താൽപര്യങ്ങൾക്കും സംരക്ഷണം ഒരുക്കാൻ വേണ്ടിയുള്ള ഒരു നയം നടപ്പിലാക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ നാടിന് ഗുണകരമാവുന്നതല്ല. കയർ മേഖലയ്ക്ക് സംരക്ഷണം ഒരുക്കും എന്ന് പറഞ്ഞെങ്കിലും കയർ മേഖലയോടും കടുത്ത അവഗണന കാണിച്ചിരിക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ചെറുതല്ല. ഇത്തരം കാര്യങ്ങളിൽ തിരുത്തലുകൾ അനിവാര്യമാണ്. ആ തിരുത്തൽ ഉണ്ടാവേണ്ടതുണ്ട്. ഓരോ മേഖലയിലും പണമെല്ലാം വെട്ടിക്കുറഞ്ഞപ്പോൾ നല്ലവണ്ണം ഏതാണ്ട് ഒരു 12 കോടിയോളം രൂപയുടെ വെട്ടിക്കുറവ് അല്ലെങ്കിൽ 11 കോടിക്ക് മുകളിൽ പദ്ധതികൾ വെട്ടിക്കുറച്ച ഒരു മണ്ഡലമാണ് ചേർത്തല മണ്ഡലം. സാധാരണഗതിയിൽ ബജറ്റിൽ പ്രഖ്യാപിച്ച 20% തുക നീക്കിവെക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ ഭരണാനുമതി ലഭ്യമായി എന്നാണ്. AS ലഭിച്ച, അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ലഭിച്ച പദ്ധതികൾ വെട്ടിക്കുറയ്ക്കുന്നു അല്ലെങ്കിൽ ഒഴിവാക്കുന്നു എന്ന് പറയുന്നത് ഒരു നല്ല സമീപനം ആയിരുന്നില്ല. ചേർത്തലയുടെ കാര്യത്തിൽ അങ്ങനെയും ഒരു സമീപനം ഉണ്ടായി എന്നുള്ളത് അങ്ങേറ്റം പ്രതിഷേധാർഹമായ കാര്യമാണ്. ജയിക്കുന്ന MLA ഏത് മുന്നണിയാണെന്ന് നോക്കിയിട്ടല്ല ഒരു നാട്ടിൽ വികസന പ്രവർത്തനം നടപ്പിലാക്കേണ്ടത്. ആ നാടിന് എന്തെല്ലാമാണ് അനിവാര്യമായിട്ടുള്ളത് എന്ന് നോക്കിയിട്ടാണ്. അങ്ങനെ നോക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ് ഞാനും. അതുകൊണ്ടാണ് അത് പറയുന്നത്. കൃഷി വകുപ്പിൽ കൃഷിഭവനുകൾ അത് തയ്യാറാക്കാൻ തീരുമാനിക്കുമ്പോൾ എവിടെയാണ് ഏറ്റവും കൂടുതൽ മോശപ്പെട്ട കെട്ടിടങ്ങളുണ്ടെന്ന് നോക്കിയിട്ടാണ് അങ്ങനെ കൃഷിഭവനിൽ അനുവദിച്ചത്. അന്ന് കണക്ക് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ UDF MLAമാരുള്ള മണ്ഡലത്തിലായിരുന്നു താനും. ഒരെണ്ണം പോലും മാറ്റാനല്ല തയ്യാറായത്. അതെല്ലാം നടപ്പിലാക്കാൻ മുൻകൈയെടുത്തതാണ്. ഇന്ന് 102ന്റെ പിൻബലത്തോട് വരുമ്പോൾ അനുവദിക്കുകയും 20% നീക്കിവെക്കുകയും
ഭരണാനുമതി ലഭ്യമാവുകയും ചെയ്ത പദ്ധതികൾ ഒഴിവാക്കുന്നത് ആ നാട്ടിലെ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായി തന്നെ മാറുകയാണ്. ഇത്തരം കാര്യങ്ങൾ കൂടി തിരുത്തേണ്ടത് അനിവാര്യമാണെന്നാണ് പറയാനുള്ളത്. ഭരണാനുമതികൾ ലഭിച്ച പദ്ധതികൾ ഒഴിവാക്കിയത് ചേർത്തലയിൽ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സെന്റ് മേരീസ് പാലം കഴിഞ്ഞ് പോലീസ് സ്റ്റേഷൻ ആ ഭാഗത്തേക്ക് വരുമ്പോഴേക്കും അവിടെ ഒരു പുതിയ അണ്ടർപാസ് എല്ലാം വന്ന് അവിടെ ഒരു പാലമെല്ലാം രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് ഉൾപ്രദേശങ്ങളിലേക്ക് പോകാനുള്ള റോഡ് കണക്ടിവിറ്റി അത്യന്താപേക്ഷിതമായി വന്നു. ആദ്യം തീരദേശ നമ്മുടെ നാഷണൽ ഹൈവേയുടെ പദ്ധതിയുടെ ഭാഗമായി ഇല്ലാതിരുന്ന ഒരു കാര്യം കേന്ദ്ര ഗവൺമെന്റിൽ ഞാൻ തന്നെ പോയി സമ്മർദ്ദം ചെലുത്തി നിരവധി തവണ പോയ അടിസ്ഥാനത്തിലാണ് അന്ന് ശ്രീ ജനറൽ വി കെ സിംഗ് കേന്ദ്രമന്ത്രി അദ്ദേഹത്തിന്റെ ഒരു സഹായത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് ചില അണ്ടർപാസുകളെല്ലാം അനുവദിച്ചു കിട്ടിയത്. അങ്ങനെ ഒരു അണ്ടർപാസ് വരുമ്പോൾ നമുക്ക് അവിടുത്തെ ഒരു റോഡ് കണക്ടിവിറ്റിക്ക് ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുന്നത് കണക്കിലെടുത്തുകൊണ്ടാണ് സെന്റ് മേരീസ് പാലം, ആഞ്ഞിലിപ്പാലം റോഡ് നിർമ്മാണത്തിന് വേണ്ടി 3 കോടി രൂപ ബജറ്റിൽ ഉൾക്കൊള്ളിക്കുകയും അതിന് ഭരണാനുമതി ലഭിക്കുകയും ചെയ്തത്. അതിപ്പോ റദ്ദായിരിക്കുകയാണ്. ചേർത്തല തെക്കേ തെരുവ് തിരുവിഴ കിഴക്കേനട റോഡ് ഇതേപോലെ ഏറ്റവും ദേശീയപാത 66 പൂർത്തിയാകുന്നതോടെ തടസ്സപ്പെടുന്ന റോഡുകൾക്ക് ഒരു ബദലായി വികസിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ള ഒരു പദ്ധതിയായിരുന്നു. അത് 6,70,00,000 പദ്ധതി. ഞാൻ തന്നെയും ചേർത്തലയിൽ നിശ്ചയിച്ച റോഡുകൾ, വൻ റോഡുകളിൽ അതെല്ലാം BM&BC റോഡുകളാണ്. അതൊന്നും അവിടൊക്കെ ഏത് കൌൺസിലറാണ്, ഏത് പാർട്ടിയാണ്, അവിടുത്തെ ജനപ്രതിനിധി ഒന്നും നോക്കിയിട്ടല്ല. പ്രാദേശിക നോക്കിയാൽ വേണമെങ്കിൽ നിങ്ങൾ തന്നെ നോക്കൂ. അതൊന്നും എന്റെ പാർട്ടിയുടെയോ മുന്നണിയുടെയോ ആളുകളുള്ള ഇടങ്ങളിലൂടെ അല്ല. അതൊന്നും നമ്മൾ അടിസ്ഥാനപരമായി അത് അനിവാര്യമാണ് എന്നുള്ളത് കണക്കിലെടുത്താണ് വെച്ചത്. അതും ഒഴിവാക്കി. ഒറ്റപ്പുന്ന കുറുപ്പംകുളങ്ങര റോഡിന്റെ നിർമ്മാണം 2 കോടി, അതിന്റെയും ഭരണാനുമതി റദ്ദാക്കിയിരിക്കുകയാണ്. ഇങ്ങനെ 11.7 കോടി രൂപയുടെ ഭരണാനുമതി ലഭ്യമായ പദ്ധതികൾ വെട്ടിക്കുറയ്ക്കുന്ന ഒരു സമീപനത്തിലേക്ക് എത്തി. അത് ശരിയായിരുന്നില്ല എന്നാണ് പറയാനുള്ളത്.